കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 5-ാം അധ്യായം നയമാൻ്റെ രോഗസൗഖ്യത്തെ പ്രതിപാദിക്കുന്നു. ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ദ വാംത്ത് ഓഫ് റിലേഷൻഷിപ്സ്. 2 കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഒരു ഭാഗത്ത് അഹങ്കാരത്തിൻ്റെയും അതോടൊപ്പം തന്നെ കുറച്ചു പേരുടെ വിനയത്തിൻ്റെയും ഒരു സംഭവം നമുക്കിവിടെ കാണാം. എന്നാൽ അതോടൊപ്പം തന്നെ വിശ്വാസ വൈവിധ്യങ്ങളുടെ ഒരു സഹവർത്തിത്വം, ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ഫെയ്ത്ത് ഡൈവേഴ്സിറ്റി, അതും നമുക്ക് ഈ സംഭവത്തിലൂടെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നു. ആദ്യം നമ്മൾ ചിന്തിക്കുമ്പോൾ, നയമാൻ്റെ ഭാര്യയുടെ ഭൃത്യയായിരുന്ന ഇസ്രായേൽക്കാരത്തി ചെറിയ പെൺകുട്ടി തന്നെ പിടിച്ചുകൊണ്ടുപോയ ആളുകളോടുള്ള വിദ്വേഷമോ വെറുപ്പോ വൈരാഗ്യമോ ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ തൻ്റെ യജമാനനോട് സഹാനുഭൂതി തോന്നുന്നതായിട്ട് നമുക്കിവിടെ കാണാം. മനഃശാസ്ത്രജ്ഞന്മാരുടെ ഭാഷയിൽ ഒരുപക്ഷെ ഇതിനെ സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് വിളിച്ചേക്കാം. 1973 സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ ബാങ്കിൽ ബന്ദികളായി പിടിക്കപ്പെട്ട ആളുകൾ അവർ മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയ ആളുകളോടുണ്ടായ ഒരു സഹാനുഭൂതി, അതിനാണ് സ്റ്റോക്ക്ഹോം സിൻഡ്രോം എന്ന് പറയുന്നത്. എന്നാൽ ഈ ഇസ്രായേൽ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരിക്കലും അങ്ങനെയാകാനായിട്ട് സാധ്യതയില്ല. ആഴമായ ദൈവവിശ്വാസവും ധാർമ്മിക ബോധവും അവളെ ഈ സഹാനുഭൂതിയിലേക്ക് നയിച്ചു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട്. അരാം രാജാവിൻ്റെ അഹങ്കാരം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നയമാന് സൗഖ്യം ലഭിക്കും എന്ന് പറഞ്ഞത് ഈ ചെറിയ പെൺകുട്ടിയാണ്. സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞത് ഈ എലീശയെ പറ്റിയാണ്. എന്നാൽ ഇസ്രായേൽ രാജാവിന് കത്തെഴുതുമ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യമോ ഈ പ്രവാചകൻ്റെ കാര്യമോ ഒന്നും ഈ കത്തിൽ എഴുതുന്നില്ല. അതുതന്നെ ഇസ്രായേൽ രാജ്യത്ത് വലിയൊരു കൺഫ്യൂഷന് ഇടയാക്കി. ഇസ്രായേൽ രാജാവ്, അരാം രാജാവ് തന്നോട് യുദ്ധത്തിന് വരുന്നു എന്ന് പറയുന്നു, തൻ്റെ വസ്ത്രം കീറുന്നു. ഇങ്ങനെ വലിയൊരു പ്രയാസം അവിടെ നേരിടുകയാണ്. അതിൻ്റെ മധ്യത്തിലും എലീശ പ്രവാചകൻ നേരെ ചെന്ന് തൻ്റെ ആളെ അയച്ചിട്ട് ഈ നയമാനെ തൻ്റെ അടുക്കിലേക്ക് വിടുക, താൻ സൗഖ്യമാക്കാം എന്ന്, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്ന് അവൻ അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പ്രശ്നത്തിന് അവിടെ പരിഹാരം ഉണ്ടാകുന്നത്. വീണ്ടും നമ്മൾ നോക്കുമ്പോൾ നയമാൻ്റെ അഹങ്കാരം നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. നയമാന് തനിക്ക് വലിയൊരു സർട്ടിഫിക്കറ്റ് തൻ്റെ രാജാവിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. താൻ മഹാനാണ് എന്ന് ഒരു സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് കഴിയുമ്പോൾ പ്രവാചകൻ നേരിട്ട് ഇറങ്ങി വന്ന് ഒരു മാജിക്കിലൂടെ കൈയൊക്കെ ആട്ടി തൻ്റെ കുഷ്ഠം മാറ്റിക്കൊടുക്കും എന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എന്നാൽ പ്രവാചകൻ നേരിട്ടിറങ്ങാതെ ഒരു ആളിനെ അയച്ചിട്ട് യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതിൽ നയമാൻ ക്രുദ്ധനാവുകയാണ്. കാരണം തൻ്റെ രാജ്യമായ സിറിയയിൽ വളരെയധികം ശുദ്ധജല നദികളുണ്ട്, അവിടെ കുളിച്ചാൽ പോരായോ എന്ന് ചോദിച്ച് പിണങ്ങിപ്പോകുകയാണ്. ആ സമയത്ത് വളരെ വിനയമുള്ള അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ, പിതാവ് ഒരു വലിയ കാര്യം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അത് ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവനെ ഈ കാര്യത്തിന് നിർബന്ധിക്കുന്നതായിട്ട്, സ്നേഹപൂർവ്വം നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അഹങ്കാരികളുടെ ഒരു ഭാഗത്തും എന്നാൽ വിനയമുള്ളവരുടെ ഒരു വിഭാഗം മറ്റൊരു ഭാഗത്തുമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ മറ്റൊരു കാര്യം, 2-ാമത്തെ കാര്യം, വിശ്വാസ വൈവിധ്യങ്ങളുടെ ഒരു സഹവർത്തിത്വം നമുക്കിവിടെ മനസ്സിലാക്കാം. ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ഫെയ്ത്ത് ഡൈവേഴ്സിറ്റി. സിറിയയിൽ റീമോൻ്റെ ക്ഷേത്രത്തിൽ നമസ്കരിച്ചിരുന്ന രാജാവും നയമാനും പരിവാരങ്ങളും ഒരു ഭാഗത്തും, അതുപോലെ ജീവനുള്ള ദൈവത്തെ ആരാധിച്ചിരുന്ന ഇസ്രായേൽ രാജാവും എലീശ പ്രവാചകനും
ഈ ഇസ്രായേൽ പെൺകുട്ടിയും അവർ മറ്റൊരു ഭാഗത്തും. അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ നയമാൻ്റെ സൗഖ്യത്തിന് അവിടെ വിശ്വാസം ഒരു തടസ്സമാകുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സൗഖ്യമാക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ സൗഖ്യമാക്കിയതിന് ശേഷമോ നയമാൻ ഇസ്രായേൽ ദൈവത്തെ ആരാധിക്കണം എന്ന് എലീശ ആവശ്യപ്പെടുന്നില്ല. എന്നാൽ ഇസ്രായേൽ ദൈവമാണ് യഥാർത്ഥ ദൈവം എന്ന് നയമാൻ പ്രഖ്യാപിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ നയമാൻ ആവശ്യപ്പെടുന്നത് രീമോൻ്റെ ക്ഷേത്രത്തിൽ തൻ്റെ യജമാനൻ ചെന്ന് മുട്ടുകുത്തുമ്പോൾ സമയത്ത് തൻ്റെ കൈ പിടിച്ച് മുട്ടുകുത്തുമ്പോൾ താനും മുട്ടുകുത്തി പോകുന്നതിനോട് ക്ഷമിക്കണമേ എന്ന് ഈ നയമാൻ ആവശ്യപ്പെടുമ്പോൾ, അഭ്യർത്ഥിക്കുമ്പോൾ അത് എലീശ അത് അനുവദിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സമാധാനത്തോടെ പോകുക എന്നാണ് പറയുന്നത്. അപ്പോൾ നാം ഈ നോമ്പുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ, ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയിലൂടെ നമുക്ക് പകർന്നു തന്ന ആ സഹാനുഭൂതിയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹിഷ്ണുതയുടെയും കരുണയുടെയും പാഠങ്ങൾ ഈ ഭാഗത്ത് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വിശ്വാസ വൈവിധ്യങ്ങളുടെ മധ്യത്തിൽ സാക്ഷ്യമുള്ള ഒരു സമൂഹമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് നമ്മെ സമർപ്പിക്കാം. ബന്ധങ്ങളുടെ ഊഷ്മളത കാത്തു സൂക്ഷിക്കുവാനായിട്ട് നമ്മെ സമർപ്പിക്കാം. നല്ല മാതൃകകൾ പകർന്നു നൽകുവാനായിട്ട് ഈ നോമ്പ് കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, പ്രവാചകരിലൂടെ ലഭിച്ച ഉൾക്കാഴ്ചകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ക്രൂശിലെ കഷ്ടതയുടെയും സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സഹനത്തിൻ്റെയും ആത്മാവിനെ ഞങ്ങൾക്ക് പകർന്നു നൽകണമേ. ലോകത്തെ വീണ്ടെടുക്കുവാനുള്ള നിൻ്റെ രക്ഷണ പദ്ധതിയിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Strong.